സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കം. ആദ്യ ദിനം മലയാളം ഉൾപ്പെടെ ഒന്നാം ഭാഷാ പരീക്ഷകളാണ് നടന്നത്. അല്പസമയത്തിനകം ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും തുടക്കമാകും. മലയാളം പരീക്ഷയോട് കൂടിയാണ് SSLC പരീക്ഷകൾക്ക് തുടക്കമായത്. മലയാളം എല്ലാം പഠിച്ചോ? അങ്ങനെ ഒരു ധൈര്യം ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എങ്ങനെയാ? ഓക്കെയാണോ? കുഴപ്പമില്ല, എല്ലാം പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. ഹാപ്പി തന്നെ. ഇല്ല ഇല്ല. പേടിയുണ്ടോ? ഇല്ല. അവർക്ക് പറയായിരുന്നു സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്നും. മലയാളം ആയതുകൊണ്ട് സമയം കിട്ടാൻ പ്രയാസമാണ്, 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം മാക്സിമം സ്പീഡായിട്ട് എഴുതിയാലേ എല്ലാം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. 9:30 ആരംഭിച്ച ആദ്യ പരീക്ഷ 11:30 അവസാനിച്ചു. എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ. എളുപ്പമുണ്ടായിരുന്നു. സമയം കിട്ടിയോ എഴുതാൻ? ഓ ഓക്കെ. എപ്പോഴും ഉറപ്പാണോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. സിമ്പിളാണ് വെച്ചാൽ സിമ്പിളാണ്, ടഫാണ് വെച്ചാൽ ടഫാണ്. എളുപ്പമാണ്. എളുപ്പമായിരുന്നു അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ എല്ലാം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. പഠിച്ചെല്ലാം വന്നോ? പ്രതീക്ഷിച്ച പോലെ പാടുന്നില്ലായിരുന്നു. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. +2 പരീക്ഷ എഴുതുന്നത് 4.52 ലക്ഷം വിദ്യാർത്ഥികളാണ്. 3031 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. മാർച്ച് 30-ന് പരീക്ഷ അവസാനിക്കും. ഏപ്രിൽ 7-ന് മൂല്യനിർണ്ണയം ആരംഭിച്ച് മെയ് മാസത്തിൽ ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം. മെയ് 22-ന് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ പരീക്ഷകളുണ്ടാകില്ല. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.